ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുരിങ്ങക്കായും മാങ്ങയൊക്കെ നേരത്തെ തന്നെ കൂടുതൽ കിട്ടിയപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ അതൊന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ പുളിയുള്ള കുറച്ച് മാങ്ങ എടുത്തിട്ട് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളാണ് ചേർക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ വലിയ ജീരകത്തിൻ്റെ പൊടി എന്നിവയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ചെമ്മീനാണ് കേട്ടോ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അത് ഞാൻ നേരത്തെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു മുരിങ്ങക്കായൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തക്കാളിയും പച്ചമുളകും ഈ പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മുരിങ്ങക്കായും ചെമ്മീനും ചേർക്കുന്നുണ്ട്. മുരിങ്ങക്കായും ചെമ്മീനും ഒന്നും വല്ലാതെ വേവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ വെന്തതിന് ശേഷം ചേർക്കുന്നത്. പിന്നെ മുരിങ്ങക്കായും ചെമ്മീനൊക്കെ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മല്ലിപ്പൊടി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ അളവിലുള്ള നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കാത്ത വറുത്ത പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങൻ്റെ അരപ്പ് ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് സമയത്തേക്ക് 2 ചുവന്നുള്ളി കൂടി ചേർത്തിട്ട് അരക്കാൻ മറന്നു പോകരുത്, അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തേങ്ങ ആവശ്യത്തിനൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം മാത്രമേ പിന്നീട് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ, മുരിങ്ങക്കായ, മാങ്ങ ചേർത്തിട്ടുള്ള കറി അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഈ ചെറിയ ഉള്ളി കൂടി വറവിട്ടൊഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റായിട്ടോ. ഇത് വേണമെന്നില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.